തൃശൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും അധ്യാപികമാരുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച പ്രധാന അധ്യാപകൻ അറസ്റ്റിൽ. പ്രതിക്കെതിരെ പോക്സോയും IT ആക്ടും പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ആരും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, അതുമാത്രമല്ല പ്രധാന അധ്യാപകൻ, അവർക്ക് അധ്യാപകരായ ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർ ഒരു ഗൈഡായിട്ടോ രക്ഷിതാവായിട്ടോ ഒക്കെ പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സഹപ്രവർത്തകരെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ കാര്യമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാമിനി, ഗുരുതരമായ കുറ്റകൃത്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ബോധപൂർവമായി ഇത്തരത്തിൽ ഈ പ്രധാന അധ്യാപകൻ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണോ എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. തൃശൂർ കുന്നംകുളം മണ്ഡലത്തിലെ ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ പ്രധാന അധ്യാപകനായ പ്രതി ജോലി ചെയ്തിരുന്നത്. ഈ സ്കൂളിൽ കുട്ടികൾക്ക് ഇയാൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പതിവായിരുന്നു. ചിത്രങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അവരുടെ പഠനാവശ്യങ്ങൾക്കുമെന്ന നിലയിലായിരുന്നു മൊബൈൽ ഫോൺ കൊടുത്തിരുന്നത്. അത്തരത്തിൽ കൊടുത്ത മൊബൈൽ ഫോണിൽ നിന്നും കുട്ടികൾ ചിത്രങ്ങൾ എടുക്കുന്നതും പതിവായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുകയും പിന്നീട് അധ്യാപികമാരുടെ അടക്കം ചിത്രങ്ങൾ ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്ത പ്രതി AI സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മോർഫ് ചെയ്ത് ചിത്രങ്ങൾ തന്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളിൽ ഒരാൾ അധ്യാപകന്റെ ഫോൺ വാങ്ങുകയും അത് യാദൃച്ഛികമായി പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ അശ്ലീലകരമായി ചിത്രീകരിച്ച മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണുന്നത്. കുട്ടി വീട്ടുകാരെയും അടുത്ത സുഹൃത്തുക്കളെയും വിവരം അറിയിക്കുകയും തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ അധ്യാപകന്റെ ഫോൺ വാങ്ങി പരിശോധിക്കുകയും പരിശോധിച്ചതിൽ നിന്നും തെളിവ് സഹിതമുള്ള വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തതോടുകൂടിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗുരുതരമായ കുറ്റകൃത്യം എന്നുള്ള നിലയിലാണ് പോലീസ് ഇതിനെ കാണുന്നത്. പോക്സോ നിയമപ്രകാരവും IT ആക്ട് പ്രകാരവും പ്രതിക്കെതിരെ കേസെടുക്കുകയും കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇരകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതി മനോവൈകൃതത്തിന് ഉടമയാണ് എന്നുള്ളതാണ് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണവും നടത്തി വരികയാണ് പോലീസ്. ശ്യാമിലി. ശരി.